ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 119ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ pH മൂല്യം 7 കാണിക്കുന്ന ലായനി ഏതാണ്? താഴെ പറയുന്നവയിൽ pH മൂല്യം 7 കാണിക്കുന്ന ലായനി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 സോഡിയം ക്ലോറൈഡ്. ആൻസർ ഓപ്ഷൻ 2 സോഡിയം ക്ലോറൈഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അലസവാതകങ്ങളെ ഉൾക്കൊള്ളുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് ഏതാണ്? അലസവാതകങ്ങളെ ഉൾക്കൊള്ളുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 18ാം ഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ 3 18ാം ഗ്രൂപ്പ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ 1 ഐസോട്ടോണുകൾ. ആൻസർ ഓപ്ഷൻ 1 ഐസോട്ടോണുകൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത് ഏത് ചലനത്തിന് ഉദാഹരണമാണ്? മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത് ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ 4 നേർരേഖാ ചലനം. ആൻസർ ഓപ്ഷൻ 4 നേർരേഖാ ചലനം. 5 വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ 2 ഊർജ്ജക്ഷമത. ആൻസർ ഓപ്ഷൻ 2 ഊർജ്ജക്ഷമത. 6 മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 സമതല ദർപ്പണം. ആൻസർ ഓപ്ഷൻ 3 സമതല ദർപ്പണം. 7th ക്വസ്റ്റ്യൻ, സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിൽ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ശുപാർശ സമർപ്പിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 1 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ 4 കുടുംബശ്രീ. ആൻസർ ഓപ്ഷൻ 4 കുടുംബശ്രീ. ക്വസ്റ്റ്യൻ നമ്പർ 9, കേരള ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? കേരള ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 1998 നവംബർ. ആൻസർ ഓപ്ഷൻ 2 1998 നവംബർ. 10 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ 3 രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ 3 രാഷ്ട്രപതി. 11 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ 1 രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ 1 രാഷ്ട്രപതി. 12 2022 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2022 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ 4 ആളുകൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. ആളുകൾക്ക് പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. 13 2023 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ 2 വിരാട് കോഹ്ലി. ആൻസർ ഓപ്ഷൻ 2 വിരാട് കോഹ്ലി. 14 എല്ലാ വർഷവും ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന മാസം. എല്ലാ വർഷവും ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന മാസം.
ആൻസർ ഓപ്ഷൻ 3 ഫെബ്രുവരി. ആൻസർ ഓപ്ഷൻ 3 ഫെബ്രുവരി. 15 പത്മ സുബ്രഹ്മണ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 1 ഭരതനാട്യം. ആൻസർ ഓപ്ഷൻ 1 ഭരതനാട്യം. 16 സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. ആൻസർ ഓപ്ഷൻ 4 മിനുക്ക്. ആൻസർ ഓപ്ഷൻ 4 മിനുക്ക്. 17 കേരള സർക്കാർ വാണിജ്യ മിഷൻ ആരംഭിച്ച വർഷം. കേരള സർക്കാർ വാണിജ്യ മിഷൻ ആരംഭിച്ച വർഷം. ആൻസർ ഓപ്ഷൻ 2 2018. ആൻസർ ഓപ്ഷൻ 2 2018. 18 മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആൻസർ ഓപ്ഷൻ 3 ചിസ് പ്ലസ്. ആൻസർ ഓപ്ഷൻ 3 ചിസ് പ്ലസ്. 19 ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാൻ കഴിയാത്ത ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. ആൻസർ ഓപ്ഷൻ 1 ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. 20 ഇന്ത്യൻ ഭരണഘടനയിലെ 263 അനുച്ഛേദ പ്രകാരം ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ 4 രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ 4 രാഷ്ട്രപതി. 21 ചുവടെ പറയുന്നവയിൽ ഏതു പാർലമെന്ററി കമ്മിറ്റിയിലാണ് രാജ്യസഭാംഗങ്ങൾ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ 2 എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ 2 എസ്റ്റിമേറ്റ് കമ്മിറ്റി. 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിറ്റ് ഒഴിവാക്കുന്നതിനെ വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 3 അപനിക്ഷേപം. ആൻസർ ഓപ്ഷൻ 3 അപനിക്ഷേപം. 23 സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയായ കൈമൊഴി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം? ആൻസർ ഓപ്ഷൻ 1 തൃശ്ശൂർ ജില്ല. ആൻസർ ഓപ്ഷൻ 1 തൃശ്ശൂർ ജില്ല. 24 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത്? ആൻസർ ഓപ്ഷൻ 4 പയ്യന്നൂർ കുഞ്ഞിരാമൻ. ആൻസർ ഓപ്ഷൻ 4 പയ്യന്നൂർ കുഞ്ഞിരാമൻ. 25 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 മമ്മൂട്ടി. ആൻസർ ഓപ്ഷൻ 2 മമ്മൂട്ടി. 26 കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3 ദുബായ്. ആൻസർ ഓപ്ഷൻ 3 ദുബായ്. 27 കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്കായി തിരഞ്ഞെടുത്ത സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിക്കായി തിരഞ്ഞെടുത്ത സ്ഥലം. ആൻസർ ഓപ്ഷൻ 1 വെള്ളായണി. ആൻസർ ഓപ്ഷൻ 1 വെള്ളായണി. 28 പഞ്ചസാര നിയമം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചസാര നിയമം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 4 അമേരിക്കൻ വിപ്ലവം. ആൻസർ ഓപ്ഷൻ 4 അമേരിക്കൻ വിപ്ലവം. 29 ഐക്യരാഷ്ട്ര സംഘടനയുടെ വയോജന സൗഹൃദ പദ്ധതിയിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകുന്നത്?
ആൻസർ ഓപ്ഷൻ 2 കൊച്ചി. ആൻസർ ഓപ്ഷൻ 2 കൊച്ചി. 30. കേരളത്തിലെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3 കമ്പാലത്തറ. ആൻസർ ഓപ്ഷൻ 3 കമ്പാലത്തറ. 31. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 1 നന്ദലാൽ ബോസ്. ആൻസർ ഓപ്ഷൻ 1 നന്ദലാൽ ബോസ്. 32. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവത്കരിക്കാനാണ് ശുപാർശ ചെയ്തത്? ആൻസർ ഓപ്ഷൻ 4 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ആൻസർ ഓപ്ഷൻ 4 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 33. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഉരുൾപൊട്ടൽ. ആൻസർ ഓപ്ഷൻ 2 ഉരുൾപൊട്ടൽ. 34. ഗണപതി ശാസ്ത്രികൾ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് മുഞ്ചിറയുള്ള മണലിക്കര മഠത്തിൽ നിന്ന് ഭാസൻ സംസ്കൃതത്തിൽ രചിച്ച 11 നാടകങ്ങൾ ഒരുമിച്ച് പകർത്തിവെച്ച അപൂർവ താളിയോല ഗ്രന്ഥം കണ്ടെത്തിയത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ 2 1909. 35. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ 3 ജില്ലാ കളക്ടർ. ആൻസർ ഓപ്ഷൻ 3 ജില്ലാ കളക്ടർ. 36. കേരളത്തിലെ കന്യാകാട് കുന്നുകളുടെ അടിവാരത്ത് നിന്ന് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട മഴു കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ഫിലിപ്പ് ലേക്ക്. ആൻസർ ഓപ്ഷൻ 1 ഫിലിപ്പ് ലേക്ക്. 37. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 തയാലിൻ. ആൻസർ ഓപ്ഷൻ 4 തയാലിൻ. 38. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ 2 KM വാസുദേവൻ നമ്പൂതിരി. ആൻസർ ഓപ്ഷൻ 2 KM വാസുദേവൻ നമ്പൂതിരി. 39. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TT രാമകൃഷ്ണന്റെ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആൽഫ. ആൻസർ ഓപ്ഷൻ 2 ആൽഫ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ജർമ്മനി. ആൻസർ ഓപ്ഷൻ 2 ജർമ്മനി. താങ്ക് യു.